നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യം വലിയ രാഷ്ട്രീയ സമരത്തിലൂടെയാണ് ഇന്ന് നടന്നു നീങ്ങുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ പറഞ്ഞു. പട്ടാമ്പിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് LDFന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കൽപ്പക സ്ട്രീറ്റിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത്. തീപ്പന്തങ്ങൾ എന്തിയായിരുന്നു പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലായിരുന്നു സമാപനം. LDFന്റെ നേതൃത്വത്തിലുള്ള സഖാവ് മമ്മിക്കുട്ടി MLA-യും സഖാവ് മുഹമ്മദ് മുഹസിൻ MLA-യും നയിക്കുന്ന LDFന്റെ നേതൃത്വത്തിലുള്ള നൈറ്റ് മാർച്ച് ചരിത്രമറിഞ്ഞ പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ A. വിജയരാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഒരുപാട് ഓർമ്മകൾ ഇരമ്പുന്ന ഒരു സ്ഥലമാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള EMSന്റെ വേറിട്ട ശബ്ദം ഇവിടെ നിന്നാണ് ഉയർന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ തൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് ജയിലിലേക്ക് നടന്നു നീങ്ങാൻ EMS തീവണ്ടി കയറിപ്പോയ മണ്ണാണ്. മനുഷ്യനെതിരായ ശബ്ദമുയരുമ്പോൾ ആ ശബ്ദം ഉയർത്തുന്ന ശക്തികൾക്കെതിരായ പോരാട്ടത്തിൻ്റെ ഏറ്റവും മുന്നിൽ കരുത്തോടെ ഈ നാട് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ഒരു പരിപാടിയാണ് ഈ സായാഹ്നത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. നിർഭയം ഈ നാട്ടിൽ ജീവിക്കാനുള്ള കരുത്തും ആഹ്വാനവുമാണ് പോരാളികളായ സഖാക്കൾ ഈ സായാഹ്നത്തിൽ ഇവിടെ ഇപ്പോൾ നടത്തി. ഇത് ഒരു വലിയ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയ സമരത്തിലൂടെ ഇന്ത്യ നടന്നു നീങ്ങുകയാണ്. നമ്മുടെ സ്വന്തമെന്ന് പറയാവുന്നതെല്ലാം എത്ര ദിവസമുണ്ടാവും എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്ന് നിൽക്കുന്നു. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷനായിരുന്നു. P. മമ്മിക്കുട്ടി MLA, TK നാരായണദാസ്, NP വിനയകുമാർ, T. ഗോപാലകൃഷ്ണൻ, KP അബ്ദുറഹ്മാൻ, P. സുന്ദരൻ, KV പ്രശാന്ത്, M. ഹാരിസ് തുടങ്ങി നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ. മതേതരത്വം സംഭാവന ചെയ്ത രാജ്യം, ആ ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്ത് നിലനിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു വോട്ടാണ്, തെരഞ്ഞെടുപ്പാണ്. നമ്മൾക്കറിയാം, 77 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ തന്ത്രം, ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്ന തന്ത്രം, ബുദ്ധിപൂർവമായ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അന്ന് ഈ രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങൾ തമ്മിൽ സ്വന്തം പിതാവിൻ്റെ അവകാശം പാർട്ടീഷൻ ചെയ്യുന്നതുപോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേറെ ഒരു പോഷം വേണം, ഒരു സഹോദരങ്ങളെ പോലും ഇരുന്ന ഈ രാജ്യത്തിനെ വിഭജിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാരുടെ പ്രേരണ മൂലം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യമുണ്ടായപ്പോൾ ഈ അന്നത്തെ നേതൃത്വം കൊടുക്കുന്ന ജവഹർലാൽ നെഹ്റു, ധാരാളം നേതാക്കന്മാർ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, മത അടിസ്ഥാനത്തിൽ പാകിസ്ഥാനായപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഭൂരിപക്ഷം ഇരിക്കുന്ന ഹിന്ദുക്കൾ താമസിക്കുന്ന ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കിക്കൂടാ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനായ വ്യക്തി പറഞ്ഞത് അസാധ്യമാണ്. UDF ഓങ്ങല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ AP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. മുൻ MLA CP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. TT സലീം, KT ജബ്ബാർ,
PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, KR നാരായണസ്വാമി, മുഹമ്മദ് അലി മറ്റാന്തടം, സിയറാസി, ET ഉമ്മർ, അസീസ് പട്ടാമ്പി, AP രാമദാസ്, PMA കുഞ്ഞുമോൻ, P രൂപേഷ്, VP യൂസഫ്, അബൂബക്കർ ഹാജി, CK ബാബു, ജിതേഷ് മോഴിക്കുന്നം മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ശനിയാഴ്ച ഉച്ചയോടെ +1, +2 വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് സംഘട്ടനം ഉണ്ടാവുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് +1 വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചതിന്റെ തുടർച്ചയാണ് സംഘർഷം. ചാലിശ്ശേരി തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. പകൽ സമയങ്ങളിലും പന്നികൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ MC മാത്തുക്കുട്ടിയുടെ 2.5 ഏക്കർ സ്ഥലത്ത് 100ഓളം കുലച്ച വാഴകളാണ് രാത്രിയിൽ കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സമീപത്തെ വിവിധ തോട്ടങ്ങളിലും പന്നികളുടെ ശല്യം രൂക്ഷമാണ്. പന്നികളെ പിടികൂടാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മാർച്ച് മാസാദ്യം ചാലിശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡ് കിഴക്കേ പട്ടിശ്ശേരിയിൽ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടാൻ അധികാരികളുടെ സഹായം തേടിയത്. പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ 15ഓളം പേരടങ്ങുന്ന സംഘം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തൃത്താല ഉപജില്ലാ സംസ്കൃത അക്കാദമിക് കൗൺസിൽ യാത്രയപ്പ് സമ്മേളനവും അനുമോദനവും തൃത്താല BRCയിൽ നടന്നു. തൃത്താല BPC പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാലടി സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ CM നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിജയൻ V പട്ടാമ്പി, ഡോക്ടർ ശ്രീദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ AEO സിദ്ദിഖ്, ജയശ്രീ, സുഷമ എന്നിവരെ നീലകണ്ഠൻ ആദരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം നേടിയവരെ വിജയൻ മാസ്റ്റർ ആദരിച്ചു. ഡോക്ടർ സുദർശി സ്വാഗതവും സിന്ധു ടീച്ചർ നന്ദിയും പറഞ്ഞു. ഞാങ്ങാട്ടിരി AUP സ്കൂളിൽ നിന്നും 3 പതിറ്റാണ്ട് കാലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന PA ജയകുമാർ മാസ്റ്റർ, K ജയശ്രീ ടീച്ചർ, KM ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന ചിൽഡ്രൻസ് പ്ലേ പാർക്കിന്റെ സമർപ്പണം നടത്തി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് കുമാർ PV പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ തൃത്താല പോലീസ് ഇൻസ്പെക്ടർ വിമൽ VV, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിഷ വിജയകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല വനിതാ വായനോത്സവം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂരിൽ നടന്ന വായനോത്സവം എഴുത്തുകാരി സുധ തെക്കേ മഠം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ചാണ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വനിതാ വായനോത്സവം സംഘടിപ്പിച്ചത്. അധ്യാപികയും കഥാകൃത്തുമായ സുധ തെക്കേ മഠം വായനോത്സവം ഉദ്ഘാടനം ചെയ്തു. രചനകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മൾ ആഴത്തിൽ അറിയേണ്ടത് തന്നെയാണ്. അതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചിന്താവിഷ്ടയായ സീത. എല്ലാ കാലത്തും സ്ത്രീകൾക്കും ആ സീതയുടെ ആശങ്കകളും പ്രതിഷേധങ്ങളും ചിന്തകളും അതുപോലെ ഒഴിവാക്കപ്പെടലുകളും മാറ്റി നിർത്തലുകളും ഒഴിഞ്ഞുപോകലും അടക്കം എല്ലാ കാലത്തും നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. സീതയുടെ ഓരോ പ്രതിഷേധങ്ങൾ, രാമൻ ചെയ്ത ഓരോ ഘട്ടത്തിലും രാമൻ ചെയ്തിട്ടുള്ള അവഗണനയ്ക്കെതിരെ അല്ലെങ്കിൽ അനീതിക്കെതിരെ സീത നിശബ്ദമായി ആത്മഗതമാണ്, അവനവനോട് തന്നെ സംഭാഷണം നടത്തുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, തുറന്ന സംഭാഷണം തന്നെയാണ്. അപ്പോൾ ഓരോ വരികളും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം നമ്മളുടെ മനസ്സിലൂടെ പലവട്ടം കടന്നുപോയ ചിന്തകളല്ലേ ഇതൊക്കെ. നമ്മളോട് കാട്ടിയ അനീതികൾ, നിനക്കെന്താ ഇവിടെ സുഖമല്ലേ, എന്താ ഇവിടെ കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ നമ്മൾ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആ ഒരു ഒരുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന ഓരോ അവസരങ്ങളിലും നമ്മുടെ മനസ്സിൽ ഉണരുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ മറ്റൊരു കാലഘട്ടത്തിൽ സീത ഉന്നയിച്ചിട്ടുള്ളത്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് MV മോഹനൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി PN മോഹനൻ മുഖ്യാതിഥിയായി. പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ, ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം PT രാമചന്ദ്രൻ, N രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വായനോത്സവത്തിൽ വിവിധ വിഷയങ്ങളും അവതരിപ്പിച്ചു. കുമാരനാശാന്റെ കവിതകളിലെ സ്ത്രീ കഥാപാത്രങ്ങളും സാമൂഹ്യ ജീവിതത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും എന്ന വിഷയത്തിൽ MV രാജൻ വിഷയാവതരണം നടത്തി. വിജ്ഞാന സമൂഹത്തിലേക്ക് വികസിക്കുന്ന കേരളം എന്ന വിഷയത്തിൽ P സുധ, TK മഞ്ജു എന്നിവർ വിഷയാവതരണം നടത്തി. വായനാനുഭവങ്ങൾ ചർച്ച ചെയ്യുകയുമുണ്ടായി. ജീവിതം വെള്ളത്തിലായല്ലേ എന്ന് ചോദിച്ചാൽ ചങ്ങരംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ചിരിക്കും. ജീവിതത്തിന്റെ ആഴങ്ങളിൽ പലവട്ടം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജലാശയങ്ങളുടെ ആഴങ്ങൾ അശോകന് പച്ചവെള്ളം പോലെയാണ്.
എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും. പാട്ടുപാടും, ഭക്ഷണം കഴിക്കും. നാട്ടുകാരെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതാണ് അശോകന്റെ വെള്ളത്തിലെ ജീവിതം. 70-ാം വയസ്സിലും കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് അശോകൻ നടത്തുക. പാതി ഉറച്ച നീന്തൽ പാഠങ്ങളുമായി 15-ാമത്തെ വയസ്സിൽ BM കായലിൽ ഇറങ്ങിയ അശോകന് ജലദേവത നല്ലൊരു പാഠം ചൊല്ലിക്കൊടുത്തു. വശമില്ലാത്ത കാര്യം ചെയ്യരുത്. മുങ്ങിയും പൊങ്ങിയും ഒരുവിധം കരക്കെത്തിയ അശോകൻ ആ ജലപാഠം ഉൾക്കൊണ്ടു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിൽ എടുത്ത ശബ്ദമാണ് ഇന്നത്തെ അഭ്യാസിയിലേക്കുള്ള വഴിയൊരുക്കിയത്. അന്നു തുടങ്ങിയ നീന്തൽ പരിശീലനം പിന്നീട് ജലത്തിനു മുകളിലുള്ള പലവിധ അഭ്യാസ പാഠങ്ങളിലേക്ക് കടന്നു. മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവിട്ട് നേടിയെടുത്ത മെയ്വഴക്കം ഈ പ്രായത്തിലും അശോകൻ കൈവിട്ടില്ല. ഇപ്പോഴും എത്ര മണിക്കൂർ വേണമെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ ചെലവഴിക്കും. പണ്ട് ജലദേവത ചൊല്ലിക്കൊടുത്ത പാഠം പുതിയ തലമുറയിലേക്ക് പകർത്താനും അശോകൻ മുന്നിലുണ്ട്. നീന്തൽ വശമില്ലാത്തവർ ആഴമുള്ള വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് അശോകൻ ഉപദേശിക്കും. അത് നല്ലൊരു കാര്യമാണ്. മരണത്തിൽ രക്ഷപ്പെടാൻ ഈ വെള്ളത്തിന് തൽക്കാലം നീന്തി രക്ഷപ്പെടാനുള്ളൊരു വകുപ്പാണ്. ഞാനത് പൈസ മോഹിക്കാറില്ല. ഫ്രീ അലൗഡായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കുറേ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അതേമാതിരി ഞാൻ പ്രോഗ്രാം കണ്ടിട്ട് കുറേ ആൾക്കാർ നീന്തൽ പഠിച്ച് റബ്ബർ ട്യൂബ് ഇട്ടിട്ടും അങ്ങനെ മരണത്തിന് രക്ഷപ്പെട്ട്. പിന്നെ വലിയ കുളങ്ങളിൽ വെച്ച് അതിമോഹം കാണിച്ചിട്ട് ചാടരുത്, അപ്പോൾ മരിക്കും. അതും ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നീന്തൽ പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ അഭ്യാസങ്ങളും പഠിക്കുക. പിന്നെ പല വിദേശ രാജ്യത്ത് പോയിട്ട് വന്നുള്ള ആളാണ് ഞാൻ. ബഹ്റൈനിൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് പഠിച്ചാണ്. അങ്ങനെ ബഹ്റൈനിൽ ഒരുവിധം സ്വിമ്മിംഗ് പൂളൊക്കെ അതിൻ്റെ നിർമ്മാണ ജോലി ഞങ്ങൾ ഏറ്റെടുത്ത് കൊറിയ കമ്പനി അവിടെയും കുറേ കാലം പഠിച്ച് അതേമാതിരി അവിടെ സ്വിമ്മിംഗ് പൂളിൽ നടത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നീന്തൽ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്നും ഇദ്ദേഹം തയ്യാറാണ്. അനേകം പേർ ഇതിനകം അശോകന്റെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന നീന്തൽ അഭ്യസിച്ചിട്ടുണ്ട്. ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെയാണ് ഈ അറിവ് പകർന്നു നൽകുന്നത്. ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും ഒട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങളാടാൻ കഴിയാത്ത നാടകമാണെന്നു ജീവിതം. കനിയൊന്നും കായ്ക്കാത്ത കൽപ്പക വൃക്ഷത്തെ വളമിട്ടു പോറ്റുകില്ലാരുമേ. നട്ടു നനച്ചോരു കായ് കൊണ്ട വൃക്ഷത്തെ വെട്ടിക്കളയുന്നു മാന. CCTV ന്യൂസ്, പെരുമ്പില. RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിൽ പന്തം കൊളുത്തിയും കോലം കത്തിച്ചും പ്രതിഷേധിച്ചു. സൗന്ദര്യം വെളുപ്പുമായി ഒരു ഉടമ്പടിയും വെച്ചിട്ടില്ല. നിറമല്ല, കലയാണ് നന്നാകേണ്ടതെന്നും കലാമണ്ഡലം നിറങ്ങളുടേതല്ല എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്ക് കലാമണ്ഡലത്തിൽ പന്തം കൊളുത്തിയും കോലം കത്തിച്ചും പ്രതിഷേധിക്കുകയായിരുന്നു. സമരത്തിന് ചെയർമാൻ അനുജ് C. മഹേന്ദ്രൻ, വൈസ് ചെയർമാൻ ശ്രീലക്ഷ്മി, യൂണിയൻ പ്രതിനിധികളായ KS കൃഷ്ണദാസ്, അമൃതനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. ശനിയാഴ്ച വൈകിട്ട് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് രാമകൃഷ്ണന്റെ നൃത്താവതരണവും നടക്കും. ഒരാൾ ഇങ്ങനെ മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ വിവേചനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു പേരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൂഷണം പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കലാമണ്ഡലത്തിനാണ്.
അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധം കൂടിയിരിക്കുന്നത്. ഇതൊരു വ്യക്തിനെയല്ല ഞങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണ് കൂടുതലായിട്ടും കണ്ടു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.